ഏതാടി കാട്ടുമാക്കാൻ? കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് വീട്ടുകാരെ ടോർച്ചർ ചെയ്തില്ലേ? അവരെനിക്ക് വേണ്ടി കൊണ്ടുവന്ന ചെറുക്കനായത്. കാണാൻ കൊള്ളാവുന്ന പിള്ളേരാണെങ്കിൽ വീട്ടുകാർ പെട്ടെന്ന് കെട്ടിക്കും. നിന്നെ പോലുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും വീട്ടുകാരെ എനിക്കൊരു പയ്യനെ കാണിച്ചല്ലോ. അല്ലാതെ വല്ലവന്റെ ഫോട്ടോ ഒന്നും വീട്ടുകാരെ കാണിച്ച് എനിക്ക് പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആട്ടെ, നിന്റെ ഫോട്ടോ ഓർക്കട്ടോ ഐഡി? ശരിക്കും ഏറ്റടി, ഇനി 2 വർഷത്തേക്ക് എനിക്ക് ഒരു പ്രശ്നമില്ല. ഹണി, സൺഡേ വന്ന അച്ഛന്റെ മുമ്പിൽ എല്ലാ സത്യങ്ങളും പറയേണ്ടി വരില്ല. സൺഡേ മാസത്തിൽ 4 സൺഡേ വരുന്നില്ലേ? ഏതെങ്കിലും ഒരു സൺഡേ സറണ്ടർ ചെയ്യാം. എന്റെ അമ്മ, ഇവർക്ക് 100 വയസ്സാ. വിചാരിച്ച ഉടനെ ഫോൺ ചെയ്തു. എന്റെ അടുത്ത് താടി, ഞാൻ സംസാരിക്കാം. താടി എടി, എന്താ? ഹലോ മോളെ ഹണി, നീ എവിടെയാടി? നീ ആരെന്ന് പറയടി? ഞാനോ? നിന്റെ അമ്മായിയാടി മോളെ. അമ്മായിയുടെ തേങ്ങ അടിച്ചു നിന്റെ പല്ലു കുഴിക്കും. തേങ്ങ കൊലയോ? എടാ ദരിദ്രവാസി, ശരിക്കുള്ള നമ്പർ കുത്തി തരാൻ പറഞ്ഞപ്പോ ഏതോ തെറ്റ് നമ്പർ കുത്തി എന്നെ തെറിയാപ്പിക്കുന്നു. പോടാ ഇവിടുന്ന്, പോകാൻ. ഞാൻ ശരിക്കുള്ള നമ്പറാ കുത്തിയത്. ഹലോ. ഹലോ മോളെ, ഞാൻ അമ്മായിയാടി. ഞാൻ ഹണിയാ, പറയോ. അമ്മേ, കുറച്ചു നേരത്തിന് മുമ്പ് ഏതോ ഒരു പെണ്ണ് എന്നെ പിടിച്ച് തെറി പറഞ്ഞടി. എന്റെ പൊന്നമ്മായി, ചില നേരങ്ങളിൽ ഇങ്ങനെ ക്രോസ് ടാഗ് വരും. കാര്യം പറ. തന്നെ അങ്ങനത്തെ ടാക്കായതുകൊണ്ട് ക്ഷമിക്കുന്നു, അല്ലെങ്കിൽ അവളെ വലിച്ചു കയറി കൊന്നേനെ. ഇപ്പൊ എന്താ എന്റെ കൊല്ലണമെന്നായോ? കാര്യം എന്താന്ന് വെച്ചാ പറ. നിന്നെ എന്തിനാടി മോളെ ഞാൻ കൊല്ലുന്നേ? എനിക്ക് എന്തോ ഒരു വല്ലായ്മ. എപ്പോഴാന്നോ? തുടങ്ങി കുറച്ചു നേരം ആയുള്ളൂ, അതാ നിന്നെ വിളിച്ചത്. ശരി ശരി, കാര്യം എന്താന്ന് പറ. മോളെ, ഇവിടത്തെ ചിക്കനൊക്കെ കഴിച്ചതുകൊണ്ട് വയറ്റിന് ശരിക്ക് പോകുന്നില്ല, മരുന്ന് വാങ്ങിച്ചോണ്ട് വാ. വാങ്ങിച്ചോണ്ട് ഞാൻ ഉടനെ എത്താം. ബൈ. താങ്ക് യു. വെൽക്കം മാം. എടോ, തന്റെ മുഖത്ത് കണ്ണില്ലേ? ആള് വരുന്ന കണ്ടൂടെ? മിസ്റ്റർ, പെണ്ണുങ്ങൾ എന്താ ഇതുവരെ കണ്ടിട്ടില്ലേ? എന്തിനാ ഇടിച്ചത്? എക്സ്ക്യൂസ് മീ, ഇടിച്ചത് നിങ്ങളാ. അപ്പൊ ചെവി കേക്കല്ലേ? ഇല വന്ന് മുള്ളില് വീണാലും മുള്ളു വന്ന് ഇലയില് വീണാലും തെറ്റ് മുള്ളിന്റെ തന്നെയാ. അപ്പൊ ഇലയ്ക്ക് പങ്കൊന്നുമില്ലേ? ഐ എം റാം. ശ്രീറാം. എന്നാ ഞാൻ സീതയൊന്നുമല്ല. ബാഗ് എടുത്തു എന്നിട്ട് സോറി പറഞ്ഞ് പോവാൻ നോക്ക്. ശരി. രാവിലെ വേഷം കിട്ടി ഇറങ്ങിക്കോളും. ഓക്കേ. ഹായ്. മെഡിക്കൽ ഷോപ്പ് പാർട്ടി വീണ്ടും വരുന്നുണ്ട്. ബാൾ ബാക്ക് ദ കോട്ട്. നിങ്ങളുടെ കൂടെ ഞാനും ഒന്ന് കളിച്ചോട്ടെ? ഞങ്ങളുടെ കൂടെയോ? നോ ചാൻസ്. വേണ്ടെങ്കി വേണ്ട, ഞാനൊന്ന് ചോദിച്ച സത്യം പറയൂ. ഓഫ് കോഴ്സ്. ഇന്നുച്ചയ്ക്ക് നിങ്ങൾ എല്ലാരും കൂടി സിനിമയ്ക്ക് പോകുന്നുണ്ടല്ലേ? ഞങ്ങള് സിനിമയ്ക്ക് പോകുന്ന കാര്യം തനിക്ക് എങ്ങനെ അറിയാം? സിക്സ്ത് സെൻസ്. സിക്സ് സെൻസ് അല്ല, നൂയിസെൻസാ. യെസ് മിസ്റ്റർ നൂയിസെൻസ്. എന്റെ പ്രോഗ്രാമിൽ കൈകെടുത്തല്ലേ? ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? എന്റെ അമ്മോ, എന്തൊരു ദേഷ്യം അത്. നൈറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഡിന്നറിനെങ്കിലും എന്നെ ഒന്ന് വിളിച്ചൂടെ? 3 ദിവസം മുമ്പ് ഇവളെ പ്ലാൻ ചെയ്ത് വെച്ച ഡിന്നറിന് നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകും? അതിരിക്കട്ടെ, ഈ കാര്യം തനിക്ക് എങ്ങനെ അറിയാം? സിക്സ് സെൻസാ. ഞങ്ങളെ ശല്യപ്പെടുത്താതെ തനിക്ക് ഇവിടെ നിന്ന് പോയി തരാമോ? ഓക്കേ, തൽക്കാലം ഞാൻ പോവാം. എന്നാ നാളെ താൻ കണ്ടക്ട് ചെയ്യുന്ന ഫാഷൻ ഷോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. ബൈ. ഫാഷൻ ഷോ നടക്കുന്ന കാര്യം പോലും അറിഞ്ഞു വെച്ചിരിക്കുമ്പോ അവന് നിന്നോട് എന്തോ പാഷൻ ഉണ്ട്. ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ലടി. ഇങ്ങനെ വന്ന് ഓരോരോ നമ്പർ അടിക്കും. നമുക്ക് തുടങ്ങാം.
ഹണി ആദ്യം കുടിക്കുന്നത് വെള്ളമായിരിക്കില്ല, ജ്യൂസ് ആയിരിക്കും. എന്താ സിക്സ്ത് സെൻസാ? മാംഗോ ജ്യൂസ് കൈകൊണ്ട് തൊടില്ല. താങ്ക് യു. സ്ട്രോ പോലും ഇപ്പൊ തന്നെ എടുത്തു കളയും. ഹലോ, എന്താ am I right? അവളുടെ ടേസ്റ്റ് ഞങ്ങൾക്ക് അറിയില്ല, തനിക്ക് എങ്ങനെ അറിയാം? ഇതും സിക്സ്ത് സെൻസിൽ പെട്ടതാണോ? ഇത് മാത്രമല്ല, സ്വപ്നത്തിൽ എന്തൊക്കെ കളർ വരും, എവിടെയൊക്കെ പോകും. പിന്നെ കൺഗ്രാറ്റ്സ് ഹണി, ഈ ഷോയിൽ എന്തായാലും താൻ ജയിക്കും. തന്റെ ആംബിഷൻ നടക്കാൻ പോവാ. സിക്സ് സെൻസാ? അത് മാത്രമല്ല, ഹണിയുടെ ടാലന്റിനോടുള്ള എന്റെ വിശ്വാസമാ. നീ പറയുന്ന പോലെ ഞാൻ ജയിച്ചാ എല്ലാവർക്കും തീർച്ചയായും ഞാൻ പാർട്ടി തരാം. പാർട്ടി ആവശ്യമൊന്നുമില്ല, താൻ വൈകിട്ട് സുഭാഷ് പാർക്ക് വരെ ഒന്ന് വന്നാ മതി. എന്തിനാ? അതപ്പ പറയാം. വാട്ട്? ഞാൻ വെയിറ്റ് ചെയ്യും. ബൈ. അപ്പൊ ശരി. പയ്യൻ നല്ല ചൂണ്ടയാ, നീ കയറി കൊത്തല്ലേ മോളെ. എന്ത്? എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോടി. ഇത് വല്ല സിക്സ്ത് സെൻസോ മറ്റോ ആണോ? പോയി പള്ളി പറഞ്ഞാ മതി. സിക്സ് സെൻസ് അല്ല, ന്യൂസ് സെൻസാ. അന്ന് മെഡിക്കൽ ഷോപ്പിൽ വെച്ച് എന്റെ ഡയറി അവന് കെട്ടിക്കാണും. അത് വെച്ചോണ്ടുള്ള കളിയായത്. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പോവാ? എന്തായാലും പാർക്കിലേക്ക് പോവാം. അവന്റെ മോട്ടിവേഷനും ഈ ന്യൂസെൻസിന്റെ ഉദ്ദേശവും പൂർണ്ണമായും മനസ്സിലാക്കണം.